മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തുകയും യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിക്കുകയും ചെയ്ത കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള സിന്ധുവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മുംബൈയിൽ നിന്ന് പിടികൂടിയ അവരെ കൊച്ചിയിലെത്തിച്ചു. തുടർന്ന് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായി. എറണാകുളം ACPയുടെ അടക്കം നേതൃത്വത്തിലാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനോടകം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റാക്കറ്റിനെ സംബന്ധിക്കുന്ന സുപ്രധാന വിവരങ്ങൾ പോലീസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ചില തെളിവുകളും പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള സിന്ധുവിന്റെ എന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രതികളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. അതായത് ഈ യുവതികളെ വിദേശത്ത് എത്തിച്ച ശേഷം അവരുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി ആവശ്യക്കാർക്ക് അയച്ചു നൽകും. അങ്ങനെയാണ് ഈ സംഘം ഈ റാക്കറ്റ് ഡീല് ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ചാറ്റുകളടക്കം അടങ്ങുന്ന സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായിട്ടുള്ളൊരു അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തും. കൂടാതെ ഇവരെ വിസിറ്റിംഗ് വിസയിലാണ് ഈ വിദേശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെ എത്തിച്ച ശേഷം 57 ദിവസങ്ങൾക്ക് അകം ഇങ്ങോട്ട് തിരിച്ച് അയക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി അവരെ അവിടെ തടങ്കലിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തടങ്കലിൽ വെച്ച ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നടപ്പാക്കുന്നത്. ഓരോ തവണയും ഈ യുവതികളെ ലൈംഗിക ചൂഷണത്തിന് ഈ ആവശ്യക്കാർക്ക് വിട്ടു നൽകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ 25,000 രൂപയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ റാക്കറ്റ്. അങ്ങനെ ഓരോ തവണയും 25,000 രൂപ വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം തന്നെ നടന്നത് ലക്ഷങ്ങളുടെ ഇടപാടാണ്. മാത്രമല്ല ഈ ലൈംഗിക ചൂഷണത്തിന്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ ഇവർ പകർത്തുകയും ചെയ്യും. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ റാക്കറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അങ്ങനെ ആ ദൃശ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ പലരും ഇത് പുറത്തു പറയാൻ ഭയപ്പെടുകയും ചെയ്യും. ഇതായിരുന്നു ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അലീനയ്ക്കടക്കം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മാത്രമല്ല ഗുണ്ടാ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണവും എൻക്വയറിയും ഒക്കെ ആ നിലയ്ക്ക് നടന്നു പോവുകയാണ്. ഇതോടൊപ്പം ഒന്നാം പ്രതിയായിട്ടുള്ള സിന്ധു, ആ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനം, ആ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ പരിശോധനയുണ്ട്. ഈ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനവുമായി ചില സിനിമ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്നതാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അത് മൊഴികളായിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് വെരിഫൈ ചെയ്യുന്നു. മാത്രമല്ല ഈ താരങ്ങൾക്ക് ഈ റാക്കറ്റുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അക്കാര്യവും പോലീസ് സംഘം പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ആ നിലയിലേക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ചില യുവതികളെ മയക്കുമരുന്നടക്കം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഈ മറ്റുള്ളവർക്ക് വിട്ടു നൽകി വിധേയമാക്കിയത് എന്ന ഇൻഫർമേഷൻ കൂടി പോലീസിന് മുന്നിലേക്കുണ്ട്. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളിൽ കൂടി വെരിഫൈ ചെയ്തുകൊണ്ട് പോലീസിന് അതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുമുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഇതിന്റെ ഭാഗമായി പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ സ്ത്രീകളടങ്ങുന്ന ഈ സംഘത്തെ മറ്റൊരു സംഘം നിയന്ത്രിച്ചിരുന്നു എന്ന ചില സംശയങ്ങൾ പോലീസിന് മുന്നിലുണ്ട്. അതിൽ ചില ഗുണ്ട എലമെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന വിവരമാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തും. ഇപ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നിലയിലേക്കുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2 പ്രതികൾ വിദേശത്താണുള്ളത്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പോലീസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്റർപോളിനെ സമീപിക്കാനാണ് പോലീസിന്റെ നീക്കം. ഈ കേസിൽ ഉൾപ്പെട്ട അലീന നേരത്തെ വൈറ്റ്ലയിലെ ബാറിൽ ആക്രമണം നടത്തിയ കേസിലെ ഒരു പ്രതിയാണ്. വടിവാളുമായി അവരെത്തുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു റാക്കറ്റ് നടത്തി വരികയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലേക്കുള്ള ഒരു അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. വളരെ നിർണായക ഘട്ടത്തിലാണ് എൻക്വയറി എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. ക്യാമറമാൻ അനൂപ് കൃഷ്ണനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.